എങ്ങനെയെങ്കിലുമൊക്കെ ഈ ജീവിതം അങ്ങ് ജീവിച്ച് തീർത്താൽ മതി. എന്തെങ്കിലുമൊക്കെ വരുന്നത് പോലെ വരട്ടെ, അല്ലെങ്കിൽ ഈ പോകുന്നത് പോലെയൊക്കെ അങ്ങ് പോകട്ടെ. എനിക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പലരിൽ നിന്നും ഇതുപോലുള്ള പല വാചകങ്ങളും ഇന്ന് കേൾക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കാകെ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ചെറിയ ജീവിതമാണ്. അത് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ മൂലമോ സാഹചര്യങ്ങൾ മൂലമോ ഒക്കെ വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. നമ്മളിൽ പലരും ജീവിതത്തിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട്. പൊതുവായി നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന അത്തരം അബദ്ധങ്ങൾ വെച്ചിട്ട് നമ്മളെ ഒന്ന് തരംതിരിച്ച് നോക്കിയാൽ, ചുറ്റുമുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കുന്ന ചില ആളുകളുണ്ട്. സ്വന്തം ആഗ്രഹങ്ങള്, ഇഷ്ടങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരൊരിക്കലും ആലോചിച്ചിട്ടുകൂടെ ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ താല്പര്യങ്ങള് നടത്തി കൊടുക്കാൻ വേണ്ടി മാത്രം ജീവിതം ജീവിച്ചു തീർക്കുന്ന ആളുകൾ. ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും അവരെ പറ്റി ഒരു നല്ല വാക്ക് പോലും പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ആളുകൾ എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ഒരു നല്ല വാക്ക് പറയുമെന്ന് പ്രതീക്ഷിച്ച് അവരെ പ്രീതിപ്പെടുത്താനായി വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവർ. എന്ത് ചെയ്താലും തൃപ്തിപ്പെടില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച് അതിൽ അമ്പയെ പരാജയപ്പെട്ട് പിന്മാറിയവരുമുണ്ട്. ഇനി അടുത്ത കാറ്റഗറി, നേരത്തെ പറഞ്ഞതിന്റെ മറുവശം. ഞാനാണ് വലിയവൻ, എനിക്കാണ് കുടുംബത്തില് കൂടുതൽ അധികാരം എന്ന് തെളിയിക്കാൻ കൂടെയുള്ള ആളുകളെ പല രീതിയിലും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച് പല ബന്ധങ്ങളും തകർത്ത് കളഞ്ഞ ആളുകളുണ്ട്. ഈ ലോകത്തിലെ ചെറിയ ജീവിതം സന്തോഷകരമായി ജീവിക്കുന്നതിന് പകരം അനാവശ്യ ഈഗോയുടെ പേരിൽ നശിപ്പിച്ചു കളയുന്ന ആളുകൾ. അടുത്ത കാറ്റഗറി, നമ്മുടെ കണ്ണുനീരിന് ഒരു വിലയും കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്ത ആളുകളുടെ മുന്നിൽ കരഞ്ഞും വിഷമങ്ങൾ വിശദീകരിച്ചും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുമൊക്കെ ജീവിതത്തിലെ വിലപ്പെട്ട വർഷങ്ങൾ പാഴാക്കി കളയുന്ന ആളുകൾ. ഇനി അടുത്ത ഗ്രൂപ്പ്, ചുറ്റുമുള്ള എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെയും കോംപ്രമൈസുകളിലൂടെയും മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിന്റെ പേരിൽ സ്വന്തം ആരോഗ്യം പൂർണ്ണമായും തകരാറിലായി പോയവർ. ഇനി മറ്റൊരു വലിയ കാറ്റഗറി, അപ്പുറത്ത് നിൽക്കുന്ന സുഹൃത്തിനേക്കാൾ, സഹപ്രവർത്തകനേക്കാൾ അല്ലെങ്കിൽ ബന്ധുവിനേക്കാൾ എല്ലാ തരത്തിലും ഞാൻ ഉയർന്നു നിൽക്കണം എന്നുള്ള ദുരഭിമാനം മനസ്സിൽ കയറി ആരോടൊക്കെയോ മത്സരിച്ച് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മുൻപിൽ സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച് ജീവിതത്തിൽ അനാവശ്യമായ ബാധ്യതകൾ എടുത്തു വെച്ച് എന്നിട്ട് ആ ബാധ്യതകൾ തീർക്കാനായി മാത്രം ഈ ജീവിതം പൂർണ്ണമായും മാറ്റിവെക്കേണ്ടി വരുന്ന ആളുകൾ. എന്തൊക്കെയോ സ്വന്തമാക്കാനും വെട്ടിപ്പിടിക്കാനും പിടിച്ചടക്കാനും ഒക്കെ അമിതമായി ശ്രമിച്ച് ഈ ചെറിയ ജീവിതത്തിന്റെ മനോഹാരിത ഇല്ലാതാക്കുന്ന ആളുകൾ. ഇനിയുമുണ്ട് നിരവധി തരത്തിലുള്ള ആളുകൾ. പ്രധാനപ്പെട്ട കാറ്റഗറികളെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഇതിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങുക. അങ്ങനെ മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ ഓട്ടത്തിനിടയിൽ പലതും നമുക്ക് നഷ്ടപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ തിരിച്ചറിയില്ല. കുറെ നാളുകൾക്ക് ശേഷം എന്തിനായിരുന്നു ഇതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഞാൻ എന്ത് നേടി എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ മനസ്സിലേക്ക് വരും. അന്ന് അതിന് ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരില്ല. ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഞാൻ ചെയ്തത് എന്ന് അന്ന് പശ്ചാത്തപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മറ്റുള്ളവർക്ക് എന്നിൽ നിന്നും എന്താണ് വേണ്ടത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്ക് എന്താണ് വേണ്ടത് എന്നതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ ശ്രമിച്ചില്ലെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി വെറുതെ സമയവും പണവും എനർജിയും ഒക്കെ പാഴാക്കിയതോർത്തും നമ്മുടെ സ്നേഹത്തിനോ കരുതലിനോ യാതൊരു അർഹതയും ഇല്ലാത്തവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച് ജീവിതം വെറുതെ കളഞ്ഞതോർത്തും ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാതെ വല്ലാതെ വേദനിപ്പിച്ചകറ്റിയതോർത്തും ഒക്കെ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ തിരിച്ചറിവ് നേടാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തിൽ ആവശ്യമുള്ള മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവസാനം ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാവും ഉണ്ടാവുക. ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.